ഒടുവിൽ ഇന്ത്യ പ്രതീക്ഷിച്ചത് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിച്ചത് സംഭവിക്കുകയാണ്. അസീം മുനീറിന് പരമാധികാരം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. സായുധ സേനകളിൽ സേനാ മേധാവിക്ക് പൂർണ്ണ അധികാരം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. പാകിസ്ഥാന്റെ കര, നാവിക, വ്യോമസേനകളെ പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഏകീകൃത കമാൻഡന്റിന്റെ തലവനായി ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് പദവി വഹിക്കുന്ന സൈനിക മേധാവിയായി അസീം മുനീറിനെ നിയമിച്ചുകൊണ്ട് പാകിസ്ഥാൻ പുതിയ സൈനിക നിയമം പാസ്സാക്കിയതോടുകൂടിയാണ് ആശങ്ക വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ സായുധ സേനകളുടെ മേൽ അസീം മുനീറിന് പൂർണ്ണമായിട്ടുള്ള അധികാരമാണ് ലഭിക്കുക. വ്യാഴാഴ്ച പാകിസ്ഥാൻ നാഷണൽ അസംബ്ലി പാസാക്കിയ ഡിഫൻസ് സ്പോർട്സ് ഓഫ് പാകിസ്ഥാൻ ആക്ട് 2026, നാഷണൽ കമാൻഡ് അതോറിറ്റി ആക്ട് 2010 എന്നിവയിലെ ഭേദഗതികളിലൂടെയാണ് പുതിയ സൈനിക ഘടനയ്ക്ക് നിയമപരമായിട്ടുള്ള സാധുത നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും അസീം മുനീർ ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണി തന്നെയായിരുന്നു. ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിക്കുന്ന നിലപാടുകളുമായി അസീം മുനീർ പല തവണ നമുക്ക് എതിരെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഗുജറാത്തിലെ ജാംനഗർ ഓയിൽ റിഫൈനറി തകർക്കും. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബെൻസ് ആണ്, ഞങ്ങൾ ഒരു ചരക്ക് ലോറിയാണ്, ഈ ചരക്ക് ലോറി ബെൻസിൽ വന്നിടിച്ചാൽ ആർക്കായിരിക്കും നഷ്ടം എന്നൊക്കെ അസീം മുനീർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അസീം മുനീർ ബങ്കറിലായിരുന്നു എന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. ഇപ്പോഴിതാ സായുധ സേനയിലെ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് വിരമിപ്പിക്കാനും പിരിച്ചുവിടാനും രാജിക്കത്ത് സ്വീകരിക്കാനോ നിരസിക്കാനോ സർവീസിൽ നിലനിർത്താനുമുള്ള പൂർണ്ണാധികാരം അസീം മുനീറിനായിരിക്കും എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കൂടാതെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായപരിധിയിൽ മാറ്റം വരുത്താനും ഇയാൾക്ക് അധികാരമുണ്ട്. കരനാവിക വ്യോമസേനകളെ കൂടുതൽ കാര്യക്ഷമമായി സംയോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനും സായുധ സേനയുടെ സുപ്രധാന ഓപ്പറേഷനുകൾ നിയന്ത്രിക്കാനുമുള്ള ചുമതല ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സിന് ലഭിക്കും. ദേശീയ സുരക്ഷ, പ്രതിരോധം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന സൈനിക ഉപദേശകനായി ഇനി മുതൽ അസീം മുനീർ പ്രവർത്തിക്കും. പുതുതായി രൂപീകരിക്കുന്ന പ്രതിരോധ സേന ആസ്ഥാനം മുനീറിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.